ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു തസ്നീസ് കിച്ചൺ. അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. കൽമാസാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ലെഗ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് കുക്കറിലേക്ക് മാറ്റാം. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെന്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പിച്ചിയെടുക്കാം. ഇനി നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ആ ഒരു മാവിലേക്ക് വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഒരു പിടി തേങ്ങയും ഒരു 1.5 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 10 ചെറിയ ഉള്ളി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പത്തിരിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങ ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ നല്ലതായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് വെട്ടി തിളക്കുന്ന വെള്ളം വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരളവൊന്നുമില്ല കേട്ടോ, നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് കറക്റ്റ് പരുവത്തിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന പോലെ ആ രീതിയിൽ നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളം ഏറിപ്പോകരുത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കൈ വെച്ച് കുഴക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാകുമ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണമെങ്കിൽ നമുക്ക് അത് സ്റ്റീം ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ അതാ നല്ലതായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മസാലപ്പൊടിയായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ പിച്ചി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു ബോൾ എടുക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 2 കൈയിലും നല്ലതായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് അതിന് നടുവിലായിട്ട് നമ്മുടെ ഈ ഒരു മസാല വെച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് മസാല നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം. ഈ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് കൈവെള്ളയുടെ നടുവിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഏകദേശം നമ്മുടെ ഉന്നക്കായുടെ ഒരു ഷേപ്പിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണ കൂടെ ഞാൻ കാണിക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും കയ്യിൽ എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് മറക്കരുത്. മസാല വെച്ച് കൊടുക്കുക. നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിരിക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ പരത്തുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ കൈവെള്ളയുടെ ആ ഒരു നടുവിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സ്റ്റീം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റീമറിൽ അല്പം എണ്ണ തടവി കൊടുക്കണം. അതിനുശേഷം വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. 5 മിനിറ്റ് മതിയാവും. അതിനുള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. നല്ലതായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റീമറിൽ നിന്നും ഈ ഒരു കൽമാസ് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഇനി ഇത് നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചൊരു കുഴമ്പ് പരുവത്തിൽ മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൽമാസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ട് കേട്ടോ കൽമാസ് സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിലുള്ള കൽമാസ് ഞാൻ എടുക്കുന്ന സമയത്ത് ആ സ്റ്റീമർ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ചാടി. അപ്പോൾ അങ്ങനെ സമയത്ത് ഒരു
2-3 പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ളത് നമുക്കിതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒട്ടും സ്റ്റീം ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതെ തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാനിത് എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ചാടിയത് കാരണം പൊട്ടിപ്പോയതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് കൽമാസ് ഇതിലേക്ക് നമ്മൾ മസാലയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള കൽമാസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ വശവും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഡ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കൽമാസ് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ, സ്റ്റീം ചെയ്ത പാടെ കൊടുത്താൽ മതി. അപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.